ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ആൻഡോസ് വ്ലോഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വീടുള്ള കുറച്ച് മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളത് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. കാരണം എന്താണെന്ന് കേട്ടാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ എന്ന് പലരും ചോദിച്ചു. മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതിന് കാരണം നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലും നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് നമ്മുടെ മീനുകൾക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം. നമ്മുടെ മീന് നമ്മൾ കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് കുറഞ്ഞ ലോക്കൽ ഫുഡൊന്നും അല്ല കേട്ടോ. നമ്മൾ വില കൂടിയ നല്ല ഫുഡാണ് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ പ്രിൻസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ആർട്ടീമ ഫ്ലാക്സ് കൊടുക്കാറുണ്ട്, മൊയിന കൊടുക്കാറുണ്ട്, ആർട്ടീമ നമ്മൾ ഹാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രിൻസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് വരാം. അങ്ങനെ തന്നെ നമ്മളെ ഈ മറച്ചു വെച്ചിരിക്കുന്ന നെറ്റൊക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മീനൊക്കെ ഫുഡ് കൊടുത്താലോ. അങ്ങനെ നമ്മളെ നെറ്റൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. ഇന്ന് നമ്മൾ ഇതുവരെ ഫുഡൊന്നും കൊടുത്തില്ല, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് ഓരോരുത്തരും ഫുഡ് കൊടുത്താലോ. അങ്ങനെ നമ്മൾ ആദ്യം ഫുഡ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് മോളിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മീന് ചത്തുപോയായിരുന്നു, അത് മെയിലോ ഫീമെയിലോ എന്ന് അറിയത്തില്ല. അങ്ങനെ നമുക്കിപ്പോൾ ഉള്ളത് 3 മീനാണ് കേട്ടോ. നമുക്ക് അടിച്ച് കൊടുത്തു പോകാം, അവന്മാർ കഴിക്കുമെന്ന് അറിയത്തില്ല. ചോളിലേക്ക് കണ്ടോ അവന്മാർ കഴിക്കുന്നത് കണ്ടോ. അവന്മാർ ആദ്യം ഒന്നും വന്ന് എടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ സാധനം ഫുൾ ആക്റ്റീവാണ് കേട്ടോ. ഇതിൽ കിടക്കണ നമ്മുടെ ക്രൈഫിഷ് ആണ് കേട്ടോ. സംഭവം 4 പൈപ്പിൻ്റെ അതിൽ ഒളിച്ചിരിക്കേണ്ട സംഭവം. ഒരുത്തം മാത്രം അവിടെ നിൽപ്പെടും. നമുക്ക് അവിടെ ഇട്ട് കൊടുത്ത് നോക്കാം അവന്മാരെ എടുക്കുമെന്ന്. സംഭവം താന്നു പോയില്ല കേട്ടോ. ഫുഡ് താന്നു പോയാൽ അവന്മാർ നല്ല ആക്റ്റീവായിട്ട് എടുക്കുകയും നമുക്ക് എന്തായാലും ഇപ്പുറത്ത് ഇട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാവേ. അവന്മാർ ഒളിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു ഫുഡ് താന്ന് പോയി കഴിഞ്ഞാൽ അവന്മാർ കാണുവാണെങ്കിൽ വന്ന് അടിക്കും കേട്ടോ. അവന്മാർ കണ്ടു കഴിഞ്ഞാൽ വന്ന് അടിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് മാറിപ്പോയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അവന്മാർ വന്ന് എടുക്കുമായിരിക്കും. യുവന്മാർ നല്ല ആക്റ്റീവാണ് കേട്ടോ. ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ വന്ന് എടുക്കുന്നുണ്ടോ. ആദ്യമൊക്കെ അവന്മാർ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ വന്ന് ഒളിച്ചിരിക്കുന്ന കേട്ടോ. ഒരുത്ത് ഇറങ്ങി വരുന്നുണ്ടോ. വാടാ 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 പയ്യ വാടാ തള്ളിയാവും വന്നപ്പോൾ മറ്റേ ഓടിപ്പോണം. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് വളർത്താൻ വേണ്ടി നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ. ഇത് ഡാർക്ക് ഞാൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു ഗപ്പിയാണ് കേട്ടോ. സംഭവം വെളിച്ചം കുറവായതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. അവന്മാർ വന്ന് ഫുഡ് അടിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇത് നമുക്കൊരു ഗീവോയ്ക്ക് കിട്ടിയതാണ് കേട്ടോ സാധനം. ഇത് വന്നിട്ട് പ്ലാറ്റിനം റെഡാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ വെറുതെ തന്നതാണ്. സംഭവം അതിൻ്റെ കുട്ടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുട്ടി ഇതിൻ്റെ അത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. ഇത് നമ്മൾ ഗീവോയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സീബ്രയാണ് കേട്ടോ. സാധനം നല്ല ആക്റ്റീവാണ്, നല്ല എഗ്ഗൊക്കെ ലോഡായിരിക്കുന്ന ഫിഷ് തന്നെയാണ് കേട്ടോ. അവന്മാർ ഫുഡ് അടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സാധനം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഈ കാണുന്നത് മിക്സഡ് ഗപ്പിയാണ് കേട്ടോ. ഈ സംഭവം ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചേ ഉള്ളൂ. എന്ത് ചെയ്തു എങ്ങനെ പോകണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കാണുന്ന ടാങ്കിലുള്ള മീനൊക്കെ ഫുഡ് കൊടുത്താലോ. അവന്മാരെല്ലാം നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ, കാക്കയും കൊക്കൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവന്മാരെ ടാങ്കും തുറന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മിക്സഡ് ഗപ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് നമുക്ക് ഫുഡ് കൊടുക്കാതെ. സംഭവം കണ്ടോ, ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അവന്മാരൊന്നും അടിക്കുന്നുണ്ടോ. ഫസ്റ്റ് ടാങ്കിലൊന്നും ആക്കിയപ്പോൾ അവന്മാർ കഴിക്കാനൊന്നും അങ്ങനെ വരത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ സാധനം നല്ല സൈസും ആയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കറുത്ത മുത്തുമണിപോലെ കിടക്കുന്നത് നമ്മുടെ പേണ്ടാമോളിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഫുഡ് ഇട്ട് കൊടുത്താൽ മതി, അവന്മാരെ ഒന്ന് അടിക്കും കേട്ടോ. മീനെ വന്നിട്ട് കഴിയടാ മീനെ എന്നെ നാറ്റിക്കാതെ കേട്ടോ ഗൈസ്. അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ സാധനം. അവന്മാർ ഹാപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് സിലോപ്പി, കുറച്ച് കട്സോഡ്, കുറച്ച് പ്ലാറ്റി കേട്ടോ. അവന്മാർ ഹാപ്പിയാണ്, അവന്മാർ ഹാപ്പി. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ മീനൊക്കെ നമ്മൾ ഫുഡ് കൊടുത്ത കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തുള്ള നമ്മുടെ പരിപാടികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.